ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരന് സർപ്രൈസൊക്കെ കൊടുക്കണമെന്നുണ്ട്. പക്ഷേ പാളിപ്പോയി. അപ്പോൾ നമ്മുടെ വീട്ടിലൂടെ നമുക്കൊന്ന് ടീ വെച്ചൊക്കെ എന്താ വാർത്ത എന്തായിരിക്കുമോ വാർത്ത. എന്ത് നമ്മുടെ കൂട്ടുകാരനെ കൊന്നു. പക്ഷെ എന്തൊക്കെയാണ് ഈ വാർത്ത? എൻ്റെ ഫെറർ പോയി എടുക്കട്ടെ. പക്ഷെ ലംബോർഗിനി അപ്പോൾ ഗൈസ് നമ്മൾ കാറൊക്കെ എടുത്ത് മുന്നിൽ പൊളിക്കാറാണ്. ഇതിന് ശബ്ദം കൂട്ടാനുള്ള അഡ്വാൻസ് ടെക്നോളജി ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഇടിക്കല് ഞാനായിട്ട് ഇവിടെ ഒരു ആക്സിഡൻറ്റ് പോലും പറ്റാത്തൊരു ഡ്രൈവർ ഞാനാ. കാരണം എന്താണെന്നറിയുമോ, ഞാൻ ഇത് ഇവിടെ വന്നിട്ട് എനിക്കിപ്പം 18 വയസ്സായിട്ട് ഒരു 2 സെക്കൻഡ് ചെയ്തേ ഉള്ളൂ. ദാറ്റ് മീൻസ് എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് 2 സെക്കൻഡ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. വണ്ടി നോക്കട്ടെ. അല്ല സോറി രമേശനോ? നീ മറ്റേ എസ്ഐനെ കൊന്നു. ഏത് എസ്ഐ? ഞാനൊരു എസ്ഐനെ കൊന്നിട്ടില്ല സാറേ. ഞാൻ എൻ്റെ കൂട്ടുകാരനെ കുറിച്ച് അന്വേഷിക്കാനാ. എസ്ഐനെ കൊന്നിട്ടും പോലെ എന്നോട് ചെറുക്കത്തിനും പറയണോ? ഇപ്പം കാണിച്ചോ. അതെന്താ സാർ നമ്മൾ ഗെറ്റ് ഔട്ട് അടിച്ച് എടുത്ത് എറിഞ്ഞു നമ്മളെ. അതിൻ്റെ കാറെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ പോയി. ഹെൽത്തും ആംബുലൻസ് ആണ് വിളിച്ചേക്കാം. നല്ലത് ആംബുലൻസ് ചെത്തായി വരുന്നത്. സാറെന്ത് നമുക്ക് കാര്യം എടുത്തു പോവാം. സാറെടുത്തിട്ട് ഒരുമാതിരി എറിയാണ് അടിച്ചു. അതൊന്നും പോലെന്നിട്ട് എന്നെ എടുത്ത് എറിഞ്ഞു. എന്തായിരുന്നു ഇത് പിന്നെ? സാറേ കാര്യം തരണം. എന്ത് എൻ്റെ കഥക് എന്തായോ സാറേ വിളിക്കണേ. സാറേ എന്താണെന്നോ നീ മറ്റേ എസ്ഐനെ കൊന്നില്ലടാ. അയ്യോ സാറേ ഞാനല്ല. പോയി അങ്ങനെ കൊടുക്കും. മോട്ടങ്ങളൊക്കെ കൊടുത്ത് രക്ഷപ്പെടാം. അതാണ് എൻ്റെ ഹെൽത്തിന് നല്ലത്. കേസെങ്കിൽ ഓടി തന്നെ ഇവിടെ ഹെലികോപ്റ്റർ ഞാടി. അപ്പം വാർത്തയൊക്കെ നമ്മൾ കണ്ടു നോക്കി വണ്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലായി എന്താ ഒരു ജെറ്റ് പാക്ക് ഉണ്ടാവും. ഈ നമ്മളാണ് ഇവരെ കൊന്നതെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഈ ജെറ്റ് പാക്കിൻ്റെ അകത്ത് നിന്ന് എന്താ ഉള്ളത് ഞാൻ നോക്കട്ടെ. ഈ ജെറ്റ് പാക്കിൻ്റെ അകത്ത് നിന്ന് കുറേ ഡ്രസ്സുണ്ട്. തൊപ്പി ആയിരിക്കട്ടെ, കണ്ണാടി വെക്കണം, മാസ്ക് വേണം. പക്ഷെ എന്തായാലും എൻ്റെ പേരിൽ ഈ കുറ്റം ചേർത്ത് ധാരാളം എനിക്കത് കണ്ടുപിടിക്കണം. തൊപ്പി ഇരിക്കട്ടെ, ഷർട്ട് സ്റ്റാറ്റു ഒക്കെ അടിച്ചത് വേണ്ടത് അതിരിക്കട്ടെ. ഞാനൊക്കെ നല്ല കണ്ടിട്ട് ഹെയർ വേണ്ട, തൊപ്പി മതി. എൻ്റെ ടൂറിച്ചിരിക്കണം. വണ്ടിക്ക് ഇരിക്കട്ടെ. ഇത് ഇപ്പം പർപ്പിൾ ഇരിക്കട്ടെ. അങ്ങനെ അതിനകത്ത് സാധനങ്ങളുണ്ട്. നമുക്ക് ജെറ്റ് പാക്ക് കൊടുത്തിട്ട് പോവാം. ഇനി സത്യം എൻ്റെ കൈകളിൽ. എൻ്റെ കൂട്ടുകാരനെ കൊന്നിട്ട് എൻ്റെ പേരിൽ കുറ്റമിട്ടവൻ ഏതാണെങ്കിലും അവനെ കണ്ടുപിടിയിരിക്കും. ആദ്യം എന്നെ തല്ലിയ പോലീസിനോട് ശത്രുത. ഇനി മുതൽ ഞാൻ രമേശ് അല്ല, ഇനി മുതൽ ഞാൻ മാർക്കോ. എനിക്കൊരു വിട്ടുവീഴ്ചയില്ല. എന്നത്തെ കണ്ണുകൊണ്ടിരുന്നു പോലീസിനെ വിളിക്കാം. ഒട്ടും പറയില്ല. നിങ്ങൾ വേഗം പോലീസ് വരുന്നോ? വണ്ടികളെല്ലാം ഞാൻ to my best friend. അവനെ കൊന്നതും പോരുന്നുണ്ട്. വന്നോ ഇടിയ കൊല്ലം പോലീസിൻ്റെ എത്തി. മായി വാക്കാൻ പോയിച്ചു. അത് പറന്നു പോയി. എൻ്റെ പ്രതികാരം
കൊല്ലം വണ്ടിക്കെല്ലാം തീ പിടിക്കുന്നുണ്ട്. യെസ് ഗായ്സ്, നമ്മുടെ കൂട്ടുകാരനെ കൊന്നവനെ കണ്ടുപിടിക്കാൻ ആദ്യം ആ SI സുഗണനെ കണ്ടുപിടിക്കണം. നമ്മൾ മറ്റേ വഴി വെച്ച് കണ്ടേ, അവൻ്റെ ഇത് കാശ് പിടിച്ചിട്ടുണ്ടെന്ന് കാരണം ഞാൻ ടേബിളിൽ ശ്രദ്ധിച്ചായിരുന്നു. അവൻ്റെ സാലറി എനിക്കറിയാം. SI സുഗണയ്ക്കും മറ്റേ നമ്മുടെ കൂട്ടുകാരൻ സോമനും പല പേരുകളും വിളിക്കും. നമുക്ക് ഹെൽത്ത് കുറവാ ഗൈസ്, ഓടിക്കോ എൻ്റെ പെണ്ണ് ഗൈസ്. നമ്മളങ്ങോട്ട് പറന്ന് പോയി ഗൈസ്. അപ്പം നമ്മുടെ ഇവിടെ ഒരു കാറും ഉണ്ട്, ഒരു ബൈക്കും ഉണ്ടാവും. ഇത് കവാസാക്കി. ഇവിടെ ആദ്യമായിട്ട് ഇവിടെ കയറിയപ്പോൾ കാറും ബൈക്കുമാണ്. നമുക്കിത് എടുക്കാൻ പറ്റത്തില്ല, നമുക്കിത് എടുത്തിട്ട് തന്നെ പോകാം. നമ്മുടെ കൂട്ടുകാരനെ കൊന്നു കാരണം നമുക്കിപ്പം കണ്ടുപിടിക്കാം. 2 സെക്കൻഡ്. ഇപ്പം നമുക്ക് റിസ്ക്കാണ് ഇവിടെ കൂടുതൽ. അതുകൊണ്ട് ഹെൽമെറ്റ് വെച്ചിട്ടുള്ളത്. ഹെൽമെറ്റ് ഇതിൻ്റെ അത്ര കിട്ടാമെന്നാണ് ഭയങ്കര പറഞ്ഞു. അടുത്ത ഓൾഡ് ഹെൽമെറ്റ്. അതുകൊണ്ട് എനിക്ക് ആവാസക്ക് ഇങ്ങനെ കളറൊന്നും മാറ്റിയിട്ടുണ്ട്. അതൊന്നും ശരിയില്ല. നമുക്കിപ്പോൾ നമ്മുടെ കൂട്ടുകാരനെ കൊന്ന ആരാന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ വലിയ കൂടെ പോവാം. അറിയാൻ പറ്റില്ല. ഞാനാണ് അവൻ്റെ കൂട്ടുകാരനെ കൊന്നത്. അവനെൻ്റെ അച്ഛനെ ജയിലിലാക്കി. അതിനുള്ള പ്രതികാരമാണിത്. അവനെ ഞാൻ ജയിലിൽ കയറ്റിയിരിക്കും. ഇതെൻ്റെ ശബ്ദമാണ്. ഫ്രാങ്ക്ലിൻ, യുവർ എൻഡ് ഈസ് സ്റ്റാർട്ടഡ് നൗ ഇഡിയറ്റ്. എൻ്റെ അച്ഛനോടുള്ള പ്രതികാരം ഞാൻ ഇവനോട് ചെയ്തോളാം. നമ്മൾ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. എത്ര ദൂരം വന്നെന്നറിയാമോ? നമ്മുടെ ബൈക്കൊന്നും ആക്സിഡൻ്റ് ആയി. അതപ്പോൾ വേണ്ടി തന്നെയാണ്. 2 സെക്കൻഡ് വണ്ടി ആയിട്ട് ഏതൊക്കെ വണ്ടി ചെടൊന്ന് 2 സെക്കൻഡ് ഇറങ്ങടെ ഇടിയാറ്റ്. നമുക്ക് ലേഡീസായിരിക്കും അവനെ കൊല്ലാനുള്ള ശക്തി കാണത്തില്ല. നമുക്ക് ഈ കേസിന് വേണ്ടി കുറച്ചും കൂടി റിസ്ക് എടുക്കേണ്ടി വരും. നമുക്ക് ആ SI സുഗണനെ തന്നെ കണ്ടിരിക്കണം. പക്ഷേ ഇത് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. അത് ചെയ്യണം നോക്കുകയാണെങ്കിൽ പറഞ്ഞു തരാൻ നിർത്തില്ല. നമ്പറിൽ നിന്നൊക്കെ തന്നെ അയാളുടെ മോനെ കൊണ്ട് ഇവിടെ ഉണ്ടല്ലോ. നീ എന്നറിയപ്പെടേ ഞാൻ ഓർമ്മ ശവക്കോട്ടെ നിങ്ങൾ ഓരോണെങ്കിലും കള്ളക്കേസപ്പോൾ നമ്മൾ ആരോ വിളിക്കുന്നത്. നീ എന്നെ മോനെ കൊന്ന് അതാണ് പറഞ്ഞേ. അത് മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഫോൺ ഹാക്ക് ചെയ്യാൻ അവർ സമയം കഴിഞ്ഞില്ല. മൊത്തം കൺഫ്യൂഷനാണ്. നമ്മുടെ ഇത് ഇങ്ങനെയൊന്നും പോകുന്നു തോന്നുന്നില്ല. എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ ഇത്ര ഏരിയയിലൊക്കെ ഇവിടെ ചില മോളെ കിട്ടി. ഈ പെണ്ണുമ്പിളെ സാധ്യതയുണ്ടോ? നമുക്കത് ചോദിച്ചേക്കാം. നീ എന്നെ കണ്ടുപിടിച്ചു, പക്ഷെ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതെന്താടി റാസ്കൽ? ഇതൊക്കെ ഞാൻ പറയാം രമേശൻ. ഇപ്പൊ അറസ്റ്റിന് ആൾക്കാർ വരും. നിന്നെ കണ്ടുപിടിച്ചെങ്കിൽ എനിക്കറിയാമെങ്കിൽ നിന്നെ കൊല്ലാനും എനിക്കറിയാം. എനിക്ക് മനസ്സിലായിരുന്നു നീയാണെന്ന്. കാരണം നിന്റെ മോളെ നീ എടുത്തുള്ള സ്ഥലത്ത് എടുത്തുള്ളായിരുന്നു. യെസ് രമേശ, അത് നീ കണ്ടുപിടിച്ചു. പക്ഷേ നിനക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെന്തോടി? പൊടി നിന്നെ എനിക്ക് അറസ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. എൻ്റെ ഗണ്ണും രമേശ, യുവർ ഗൺസ് എമോ ഇസ് ഓവർ. എന്താ? അയ്യോ, ലാസ്റ്റ് ബുള്ളറ്റിന് ഇതിപ്പോൾ എന്തിനാ ഫോൺ നമ്മൾ പൊട്ടി വർക്കല്ല ജാമായി.
നമ്മുടെ അവസരം ഇതൊന്ന് പൊട്ടൽ കാല് ഭയങ്കര വേദന. ഇവിടെ നമ്മൾ ചതിച്ചേക്കുന്നു. ഓടി വേണം നമ്മളെ കുറച്ച് ഒരു കൂടി എന്നൊക്കെ ഞാൻ പുറത്ത് കേട്ടിരുന്നു. പെട്ടായിരുന്നു ഞാൻ ഒരു കൂടി കിട്ടുമായിരുന്നു. കൂട്ടാനോട് ഞാൻ എന്താ ചെയ്യും? കൂട്ടുകാരനെ നമ്മൾ ഫേക്ക് നെയിം ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അവൻ്റെ ഒറിജിനൽ നെയിം ഡിയോ. എൻ്റെ ബെസ്റ്റ് ആൻഡ് വണ്ടർഫുൾ നമ്പർ. നീ ഒന്നും വളർന്നിട്ടില്ല എന്നെ കൊല്ലാൻ. ഇവിടെ പൂര ഫൈറ്റ് നടക്കുന്നു. നമുക്ക് അവളൊന്ന് രക്ഷപ്പെടുന്നു. എല്ലാം ചെയ്ത് ഇല്ല, അവൾ അവിടെ തന്നെ ഉണ്ട്. നോക്കാം. നമ്മളിവിടെ പെട്ടുപോയി. തന്തു ഇതൊക്കെ ഒരു നമ്മളെ പിടിച്ചു. ഗൈസ് ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് 30K സബ്സ്ക്രൈബേഴ്സ് തരുക, പക്ഷേ ലൈക്ക് തരുവാണെങ്കിൽ നമ്മൾ ഈ വീഡിയോൻ്റെ പാർട്ട് 2 ഇടുന്നതായിരിക്കും. അതുപോലെ ചേട്ടാ ബൈ ബൈ. നമ്മുടെ രമേശന് എന്ത് സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ 30K ലൈക്ക് താ ഗൈസ്.